യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായ നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് എന്ന നിലയിൽ ദൈവം ചില വാഗ്ദത്തങ്ങൾ തരുന്നത് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 16 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ശ്രദ്ധിക്കുക. 1. ഞാൻ അവരിൽ വസിക്കും. 2. ഞാൻ അവരുടെ ഇടയിൽ നടക്കും. 3. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. 4. അവർ എനിക്ക് ജനമായിരിക്കും. 5. ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. 6. ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. 7. നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഇത് പറഞ്ഞിട്ട് 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്, ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമുക്കെല്ലാവർക്കും ദൈവിക വാഗ്ദത്തങ്ങളോട് ഏറെ പ്രിയമാണ്. ക്രിസ്തുവിശ്വാസികളെന്ന് പറയുന്ന മിക്ക പേരും ദൈവത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭൗതികമായ വാഗ്ദത്തങ്ങളിലാണ് എന്നതാണ് രസകരം. എന്നാൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന 7 വാഗ്ദത്തങ്ങൾ നമ്മുടെ ഭൗതികവും മാനസികവും ശാരീരികവുമായ തലങ്ങളുമായുള്ള ബന്ധത്തിലെ വാഗ്ദത്തങ്ങളല്ല. പകരം ദൈവവും നാമും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിലെ ഏറെ നിർണായകമായ വാഗ്ദത്തങ്ങൾ അത്രേ. ഈ അതിശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ നാം ഇഷ്ടപ്പെട്ടതുകൊണ്ടോ ദൈവത്തോട് ചോദിച്ചതുകൊണ്ടോ കിട്ടണമെന്നില്ല. അതിന് നാം പുലർത്തിക്കൊണ്ടുപോകേണ്ട ജീവിത നിലവാരമത്രേ പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്, ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നത്. ഇന്ന് പലർക്കും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ പോകുന്നത് ദൈവ ഭയമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പലരും ദൈവത്തെ ഭയക്കുന്നില്ല, അതിനു പകരം പിശാചിനെ ഏറെ ഭയക്കുന്നു എന്നതാണ് രസകരം. ദൈവഭയമില്ലാത്തത് കൊണ്ടല്ലേ എന്ത് തോന്നിയാസവും കാണിക്കുവാനും ഏതൊരു കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കുവാനും ഇടയാകുന്നത്. ദൈവഭയമുള്ളവർ പാപത്തെ വിട്ടൊഴിഞ്ഞു നിൽക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും അവർ ചെയ്യുകയില്ല. ആകാത്ത ഇടങ്ങളിൽ പോകുകയോ ആകാത്ത ബന്ധങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുകയില്ല. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച എല്ലാവർക്കും വിശുദ്ധർ എന്ന ശ്രേഷ്ഠമായ പദവി നൽകപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധർ എന്ന പദവി ലഭിച്ചവരുടെ തുടർന്നുള്ള ലക്ഷ്യമായിരിക്കണം വിശുദ്ധിയെ തികയ്ക്കണമെന്നത്. വിശുദ്ധ വേദപുസ്തകം അവസാനിപ്പിക്കുന്ന അധ്യായത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിശുദ്ധരോട് പറയുവാനുള്ളത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, ആൻഡ് ഹീ ദാറ്റ് ഈസ് ഹോളി ലെറ്റ് ഹിം ബി ഹോളി സ്റ്റിൽ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പാട്ടുകാരനോടൊപ്പം നമുക്കും ഇന്ന് പാടാം, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല. Have a blessed day.